ഇന്ന് പണിമൂല ഉത്സവത്തിന്റെ അവസാന ദിവസം. എല്ലാ ദിവസവും വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പൊ അതിന്റെ കുറെ തിരക്കുകളായിട്ട് ഓടിപ്പോയി തൊഴുത് തിരിച്ചു വരുന്നതായിരുന്നു പതിവ്. അതുകൊണ്ടാണ് വീഡിയോസ് എടുക്കാത്ത. നമ്മുടെ ദേശീയ ഉത്സവം വന്നിട്ട് ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ പിന്നെ അപ്പൊ അമ്പലത്തിൽ പോയി തൊഴുത് ഉത്സവത്തിന്റെ കാര്യങ്ങളെ കാണിച്ചു തരാം. ബായോ. തൊഴുതിറങ്ങി ഇനി അടുത്ത എങ്ങോട്ടാണെന്ന് ലിംഗനെ തന്നെ അറിയുള്ളൂ. നിങ്ങൾ തൊഴുതിറങ്ങി പോകുന്നു. നോക്കൂ ലിംഗ നോക്കി വൈകുന്നേരത്തെ കാണാതെ ടാറ്റ. വൈകുന്നേരം ഇവിടെ സൂചി നിന്ന സ്ഥലം കാണൂല, അത്രയ്ക്ക് ആളുണ്ടാവും. പക്ഷെ ഈ വർഷത്തെ പടിമൂല ഉത്സവം എനിക്ക് ഭയങ്കരമായിട്ട് സൈഡ് കൊണ്ട് വരാൻ പറ്റാത്തതില് വൈകുന്നേരം പരിഹരിക്കാം എന്നുള്ള വിശ്വാസത്തിൽ ആണ് ഞാൻ. വൈകുന്നേരം നമ്മൾ ഈ ഒരാഴ്ചത്തെ കുറവ് നികത്തൂലിടുക, നികത്തിയിരിക്കും. ഇടംബലം നോക്കാതെ ഞങ്ങൾ വൈകുന്നേരം തകർത്തടിച്ചിരിക്കും. ചെറിയൊരു കാപ്പി കൂടി ആയിട്ട് വീട്ടിൽ പോകാം. എന്റെ അമ്മയ്ക്ക് സുഖമില്ലേ? അപ്പൊ അമ്മ ഇന്നലെ പറഞ്ഞ് പൂരി കഴിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പൊ എന്താ എനിക്ക് വീട്ടിലുണ്ടായിക്കൂടെ എന്ന് ചോദിക്കാം. എനിക്ക് വയ്യ, ക്ഷീണം. ഒരാഴ്ചത്തെ ഹോസ്പിറ്റൽ വാസത്തിൽ എനിക്ക് ക്ഷീണമാകാമല്ലോ, സുഖം ക്ഷീണമാകാം. അതുകൊണ്ട് ഞങ്ങൾ കാപ്പി വാങ്ങാൻ പോകുന്നതാണ് ഈ കാണുന്ന നിങ്ങൾ. അമ്മയ്ക്ക് സുഖമില്ലാത്ത അമ്മയ്ക്കും സുഖമില്ലാത്ത അമ്മയെ നോക്കി ഈ മകൾക്കും. ഓക്കെ, പൊറോട്ട വേണം. പൊറോട്ട അടിക്കണ കണ്ടപ്പോഴത്തേക്ക് ഞാനേ ഈ പൊറോട്ട അടിക്കണ അവിടെ ചെന്ന് അറിയാതെ ചിരിച്ചാച്ചേട്ടൻ കേട്ടില്ല. എന്തെന്ത് പൊറോട്ട അടിക്കണ കണ്ടപ്പോഴത്തേക്ക് ലിംഗനൊരു ആഗ്രഹം, പൂരി വേണ്ട പൊറോട്ട മതിയെന്ന്. എനിക്കല്ല, ഇങ്ങനെ ലിംഗന് ഒരു സെറ്റ് പൊറോട്ട വാങ്ങാന്ന് ഞാൻ വിചാരിച്ചു. അത്രേ ഉള്ളൂ. രാവിലത്തെ കാപ്പി കൂടി. പൂരിക്ക് പോയ ഞങ്ങളാണ്. പൊറോട്ടയുടെ ഒരു ഇത് വന്നപ്പോഴത്തേക്ക് ലിംഗന് പൊറോട്ട തിന്നണം പോലും. പിന്നെ ഞാൻ പാവായോണ്ട് വാങ്ങിക്കൊടുത്ത്. എന്നാ ഈ അംഗമിട്ട് കഴിഞ്ഞ് ചെറിയ ഒരു 1-2 കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ബൈ ബൈ ബൈ.